ഗലാത്യർക്ക് ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഗലാത്യർക്ക് ലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം മുതൽ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഭൂമിയിൽ മുഴുവൻ നോക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത മറ്റൊരു മനുഷ്യൻ, മറ്റൊരു ജീവിതം, മറ്റൊരു സ്വഭാവം സ്തോത്രം അനേക ആയിരങ്ങളിലുണ്ട്. യേശുവിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെയുള്ള ജീവിതം അല്ലാത്ത ജീവിതമുള്ളൂ. ബാക്കി എല്ലാവരുടെ ജീവിതത്തിനകത്ത് നോക്കുമ്പോൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ജീവിതമല്ല എങ്കിൽ അവരുടെ എല്ലാവരുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ പുറത്ത് കാണുന്ന ആളേ അല്ല അവരുടെ അകത്ത്. പുറത്ത് കാണുന്നത് ഒരാളായിരിക്കും, അത് സ്വത്രം വ്യത്യസ്തമായ നിലവാരത്തിലുള്ള ഒരാളായിരിക്കും. പക്ഷെ അകത്ത് കാണുന്ന ആള് നമ്മൾ ഈ പുറത്ത് കാണുന്ന ആളേ ആയിരിക്കത്തില്ല. ഗലാത്യർക്ക് ലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ വായിച്ചേ. ഗലാത്യർക്ക് ലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം മുതൽ വായിക്കാം. താൻ അല്പനായിരിക്കെ മഹാനാകുന്നു എന്ന് ഒരുത്തൻ നിരൂപിച്ചാൽ അകത്ത് മൊത്തം അല്പനാണ്, പക്ഷെ പുറത്തെപ്പോഴും അയാൾ എങ്ങനെ ചിന്തിക്കുന്നത്? ഞാൻ മഹാൻ, എന്നെപ്പോലെ ആരും ഇല്ല, എന്നെപ്പോലെ കഴിവുള്ള, മിടുക്കുള്ള, പഠിപ്പുള്ള, ജ്ഞാനമുള്ള, അറിവുള്ള, സ്തോത്രം എല്ലാത്തിലും പരിജ്ഞാനമുള്ള വേറെ ആരും ഇല്ല. പക്ഷെ അകത്തയാൾ ആരാ? അല്പൻ. പക്ഷെ പുറത്തയാളുടെ അഭിനയം എന്തോന്നാണ്? മഹാൻ. മഹാനായിട്ടുള്ള ഒരാളെ ഉള്ളൂ. അതാരാ? യേശു ക്രിസ്തു. ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീൻ. ഇവൻ എത്ര മഹാൻ. ആര്? യേശു ക്രിസ്തു എത്ര മഹാൻ. എബ്രായർക്ക് ലേഖനം കഴിഞ്ഞ ഞായറാഴ്ച ദൈവം നമുക്ക് തന്നൂല്ലേ ആ വചനം? ഇവൻ എത്ര മഹാനെന്ന് നോക്കുവിൻ. യേശു മാത്രമാണ് മഹാൻ. എന്നാൽ ഒരുവൻ അല്പനായിരിക്കെ മഹാനാകുന്നു എന്ന് നിരൂപിച്ചാൽ സ്വത്രം അകം എങ്ങനെയാണ്? അകം എങ്ങനെയാണ്? അല്പനാണ്. അകം എങ്ങനെയാണ്? പക്ഷെ ആൾക്കാർ കാണുന്ന ഭാഗം എങ്ങനെയാണ്? മഹാൻ. എവിടെ പോയാലും മഹാൻ. എവിടെ പോയാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. എവിടെ പോയാലും ഞാൻ ഇന്ന നിലയിലുള്ള ആളാണ്. എവിടെ പോയാലും എനിക്കെല്ലാം അറിയാം. എനിക്ക് ജ്ഞാനമുണ്ട്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് ബലമുണ്ട്, എനിക്ക് പഠിപ്പുണ്ട്. എൻ്റേതെല്ലാം വെളിപ്പെടുത്താനുള്ള ഒരു വെപ്രാളവും ഒരു ത്രാണിയും, ഓ ദൈവത്തിന് സ്തോത്രം, ഒരു ത്രാണിയുമുണ്ട്. ഇങ്ങനെ ഒരു മഹാനാകുന്നു എന്ന് ഒരുത്തൻ ഇച്ഛിച്ചാൽ. ഇത്രയൊക്കെ മനസ്സിലായി? നമുക്കെപ്പോഴും ഒരു ആഗ്രഹമുണ്ട് മറ്റുള്ളവരുടെ നടുവിൽ എന്തായി കാണിക്കണം? മഹാൻ. പക്ഷെ നമ്മളുടെ ആകെ നോക്കുമ്പോൾ എന്തായിരിക്കും? അല്പൻ. ഒരിടത്തും ആരില്ല. യേശുവില്ല. അതാണ് സത്യം. ഒരിടത്തും ആരില്ല, യേശുവില്ല. അതാണ് അല്പൻ. ദൈവത്തിന് സ്തോത്രം. ഒന്നുമില്ല, അകത്തൊന്നുമില്ല. ഈ പുറത്ത് കാണുന്നതൊന്നും എവിടെയില്ല, അകത്തില്ല. ഒരുവൻ അല്പനായിരിക്കെ മഹാനാകുന്നു എന്ന് നിരൂപിച്ചാൽ. അടുത്ത വരി. തന്നെത്താൻ വഞ്ചിക്കുന്നു. ചിലർ കണ്ടിട്ടില്ലേ സ്തോത്രം, അകത്ത് വേറെ ഒരു രീതിയായിരിക്കും, പക്ഷെ പുറത്തൊക്കെ പറയുന്ന കണ്ട പഞ്ചസാര പോലെ, തേന് പോലെ പറഞ്ഞു കളയും. സ്തോത്രം. അല്പൻ മഹാനാവുകയാണ്. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ ഈ അല്പൻ തന്നെയാണ്. ദൈവം നോക്കുന്നത് പുറം മാത്രമല്ല, പിന്നെ അകവും പുറവും ഒരുപോലെ കാണും. മനുഷ്യൻ കാണുന്നത് പുറമാണ്, നമ്മളെ മുഴുവനും കാണുന്നത് ദൈവമാണ്. അടുത്ത വരി വായിച്ചേ. ഇപ്പോൾ വായിക്കുന്നത് ഗലാത്യർക്ക് ലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം മുതലാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. വായിച്ചേ. താൻ അല്പനായിരിക്കെ മഹാനാകുന്നു എന്ന് ഒരുത്തൻ നിരൂപിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കുന്നു. തന്നെത്താൻ എന്ത് ചെയ്യുന്നു? എന്തുകൊണ്ടാണ് വഞ്ചിക്കാൻ കാരണം? ഇയാൾ ഇങ്ങനെ നിരൂപിച്ച് ആൾക്കാരെ കാണിക്കാൻ പുറത്തുകൂടെ കുറേ അഭിനയവും നാടകത്തിൻ്റെ വേഷമൊക്കെ ഇട്ടിട്ട് അവസാനം വഞ്ചിച്ച് എവിടെ ചെന്ന് വീഴും? നിത്യ തീപ്പൊയ്ക്ക് കത്ത് ചെന്ന് വീഴും. അവിടെ ചെന്ന് വീഴുമ്പോഴാണ് കണ്ണ് തുറക്കുന്നത്. അയ്യോ, ഞാൻ അല്പനായിരുന്നിട്ട് മഹാനെന്ന് നിരൂപിച്ച് ഞാൻ നനയാത്ത സ്ഥലത്ത് വന്ന് വീണല്ലോ. കണ്ടോ? അല്പനായിരുന്നിട്ട് മഹാനാണെന്ന് വിചാരിച്ച് ഞാൻ ചിന്തിക്കാത്ത സ്ഥലത്ത് വന്ന് വീണല്ലോ എന്ന് അപ്പോഴാണ് ചിന്തിക്കുന്നത്. കാരണം നമ്മൾ വഞ്ചിക്കപ്പെടുകയാണ്. നമ്മൾ ആരോ എന്ന് അഭിനയിച്ച് വഞ്ചിക്കപ്പെടുകയാണ്. പാടില്ല. അടുത്ത വരി വായിച്ചേ. ഓരോരുത്തൻ താന്റെ പ്രവൃത്തി ശോധന ചെയ്യും. ഓരോരുത്തൻ എൻ്റെ പ്രവൃത്തി ഞാൻ ഇരുന്ന് എന്ത് ചെയ്യണം? ഓരോരുത്തരും അവരവരുടെ പ്രവൃത്തി ഇരുന്ന് ശോധന ചെയ്യണം. അടുത്തിരിക്കുന്നവൻ്റെ പ്രവൃത്തിയല്ല, പിന്നെ അടുത്ത വീട്ടുകാരുടെ പ്രവൃത്തിയല്ല, അടുത്ത സഭക്കാരുടെ പ്രവൃത്തിയല്ല, അടുത്ത് ശുശ്രൂഷ ചെയ്യുന്നവരുടെ പ്രവൃത്തിയല്ല, അടുത്ത് സ്വത്രം നമ്മുടെ ബന്ധുക്കളുടെ പ്രവൃത്തിയല്ല. നമ്മളിരുന്ന് നമ്മളെ തന്നെ നോക്കി അതിനെ ഒന്ന് ശോധന ചെയ്യണം. ഞാൻ എങ്ങനെയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ എന്ത് ചെയ്യണം? ഒന്ന് ശോധന. ഞാൻ ആരാണ്? സത്യത്തിൽ ഞാൻ ആരാണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
ഞാൻ ചിന്തിക്കാറുണ്ട് ചിലപ്പോൾ, കർത്താവ് ഞാൻ സത്യത്തിൽ ആരാണ്? ഓ, എൻ്റെ ആകം എങ്ങനെയാണ്? നമ്മൾ ഓരോരുത്തരും ഓരോ സെക്കൻഡ് ചിന്തിക്കേണ്ട ഒരു വരിയാണ്, ഞാൻ ആരാണ്? ഒറിജിനൽ ഞാൻ ആരാണ്? ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ ഈ ആൾക്കാർ കാണുന്ന ഒരാളാണ്, പക്ഷെ ഒറിജിനൽ ഞാൻ ആരാണെന്ന് എപ്പോഴും എന്ത് ചെയ്യണം? ഇവിടെ വച്ച് ചിന്തിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്താൽ ഞാൻ പറയാം, വഞ്ചിക്കപ്പെടുകയില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടോണ്ടേയിരിക്കും. ആൾക്കാരുടെ മുമ്പിൽ ഒരു നാടകമൊക്കെ നടത്തി വഞ്ചിക്കപ്പെടും. അടുത്ത വരി വായിച്ചേ. എന്നാൽ അവൻ തന്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വയ്ക്കും. കണ്ടോ, പ്രശംസിക്കാൻ ഒറ്റ കാര്യവും കാണൂല. കാരണം എന്താ? മുകളിലുണ്ട്. എന്താ കാര്യം? അയാൾ ആരാണ്? അല്പനാണ്. ഇയാളിപ്പോൾ ശോധന ഏതേ വരൂ, അയാളുടെ അല്പത്തിനെ വരും. നിങ്ങൾ ഇന്ന് ഇതിനകത്തിരിക്കുന്ന സഹോദരന്മാരോടും സഹോദരിമാരോടും മക്കളോടും ഞാൻ പറയട്ടെ, നിങ്ങളൊന്ന് ശോധന ചെയ്ത് നോക്കിയേ. സഹോദരന്മാരോടും സഹോദരിമാരോട് ഞാൻ ആദ്യം ചോദിക്കട്ടെ. സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരും ഭാര്യയും മക്കളും ഒരുമിച്ച് നിങ്ങൾ ജീവിക്കുമ്പോൾ എത്ര പേർക്ക് ചങ്കത്ത് കൈവച്ച് പറയാൻ പറ്റും? വേദപുസ്തകത്തിനകത്ത് എഫേസ്യർക്ക് ലേഖനം 6-ാം അധ്യായത്തിനകത്ത് കിടക്കുന്ന വചനം എൻ്റെ ജീവിതത്തിൻ്റെ അകത്തുണ്ടെന്ന് എത്ര സഹോദരിമാർക്ക് പറയാൻ കഴിയും? സ്തോത്രം. 6-ാം അധ്യായത്തിനകത്ത് വാക്യമുണ്ട്, 4-ാം അധ്യായത്തിനകത്ത്, 5-ാം അധ്യായത്തിനകത്ത്. എന്തോന്ന വാക്യം എടുക്കാമോ നമുക്ക്? എഫേസ്യർക്ക് ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 22-ാം വാക്യം വായിച്ചേ. കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർ കീഴടങ്ങുവിൻ. അല്പനാണോ അല്ലേന്ന് ഇപ്പം നോക്കിക്കൊള്ളണേ. നമ്മൾ അല്പത്തം കാണിച്ചിട്ട് പുറത്ത് പള്ളിയിൽ നമ്മൾ ദേശത്തൊക്കെ ഒരു കപട അഭിനയം കാണിക്കുന്നതാണ്. നോക്കണം, ഇതുണ്ടോയെന്ന് ഞാൻ എന്നെ നോക്കണം. കണ്ടോ, ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ. ആർക്കെന്ന പോലെ? കർത്താവിന് എന്ന പോലെ. സ്വന്തം ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. കീഴടങ്ങണം. ഓ, ദൈവത്തിന് സ്തോത്രം. ഭർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം എന്ത് ചെയ്യണം? കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം. നീ ഈ വിഗ്രഹത്തെ ആരാധിക്കാൻ ഭർത്താവ് പറഞ്ഞ് ആരാധിക്കാൻ പറ്റുമോ? ഈ നൂല് കെട്ടടി എന്ന് പറഞ്ഞാൽ കെട്ടാൻ പറ്റുമോ? നീ ഇന്ന നേർച്ച കൊണ്ടൊന്ന് ഇന്ന സ്ഥലത്ത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇടാൻ പറ്റുമോ? ഇതൊന്നും പറ്റൂല. കൊന്നാലും എന്ത് ചെയ്യൂല, പറ്റൂല. ഇതൊന്നുമല്ല ദൈവിക വിഷയമായിട്ടുള്ള കാര്യങ്ങളല്ല. അല്ലാത്തതിലെല്ലാം എന്ത് ചെയ്യണം? കീഴ്പ്പെടണം. അടുത്ത് ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ അല്പനാണോ മഹാനാണോ? നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ പറയും, ദൈവമേ ഇന്ന സ്ഥലത്ത് എനിക്ക് കീഴ്പ്പെടാൻ കഴിഞ്ഞിട്ടില്ല അപ്പാ എന്നേ പറയാൻ എത്ര പേർക്ക് ചങ്കത്ത്, അത് ആത്മാവ് നിറഞ്ഞവർക്ക് പറയാൻ പറ്റും. യേശുപ്പ ഞാനല്ല, എന്നിൽ യേശു ആകയാൽ അവിടെ എല്ലാം അപ്പച്ചൻ മകത്തോടുത്തോണ്ടിരിക്കുന്നതിനായി സ്തോത്രപ്പ. എവിടെയെല്ലാം ഞാൻ മരിക്കണോ അവിടെയെല്ലാം ഞാൻ മരിക്കട്ടെ. അപ്പച്ചൻ ആഗ്രഹിക്കുന്നത് പോലെ എന്നിലൂടെ വരട്ടെ. അടുത്ത വരി വായിച്ചേ. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. അടുത്ത വരി, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. അടുത്ത ഭർത്താക്കന്മാരോട് പറയുകയാണ്, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. എത്ര സഹോദരന്മാർക്ക് പറയാൻ പറ്റും എൻ്റെ ഭാര്യയുടെ ഇഷ്ടമുണ്ടെന്ന്? പറ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. വഞ്ചിക്കപ്പെടരുത്. സ്വത്രം. സ്നേഹമുള്ള ആള് ഭാര്യയെ കരയിപ്പിക്കുമോ? പറ. ഭാര്യയെ ഉപദ്രവിക്കുമോ? ഉപദ്രവിക്കാൻ ബൈബിളിൽ വ്യവസ്ഥയുണ്ടോ സഹോദരങ്ങളെ? ഇല്ല. പോക്ക അയാളെ കാര്യം. ബൈബിളിൽ അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. പക്ഷേ പൈതങ്ങൾ എന്ത് ചെയ്യാം? ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി നമുക്കെന്ത് ചെയ്യാം? വളർത്താം. പിന്നെ ബൈബിളിലൊരു കാര്യമുണ്ട്, ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഒരു സഹോദരിക്ക് അല്ലെങ്കിൽ സഹോദരന് ഒരു രക്ഷയില്ല, അവളോടൊപ്പം ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വേഗത്തോടാനോ അടിക്കാനോ ഒന്നും ബൈബിളിൽ വ്യവസ്ഥയില്ല. നിനക്ക് വേണ്ടയോ അതെവിടെയെങ്കിലും ജീവിച്ചോട്ടെ, നീ ഉപദ്രവിക്കാതെ അതിനെ അങ്ങ് വിട്ടിട്ട് പോകണം. ഇതാണ് ബൈബിളിൻ്റെ വ്യവസ്ഥ. പക്ഷെ നീ ക്രിസ്തുവിൻ്റെ പൈതലാണോ? ചേർന്നിരിക്കാൻ കൊരിന്ത്യർക്ക് ലേഖനത്തിനകത്ത് പറയുന്നു. പക്ഷേ നിനക്ക് വേർപിരിയാൻ അവസരമില്ല. പക്ഷെ നീ നിനക്ക് ഉപദ്രവിച്ച് കൊല്ലാതെ സ്വത്രം കൊന്നിട്ട് അവസാനം തലയിൽ തുണിയിട്ടുകൊണ്ട് എവിടെ കിടക്കും? വെള്ളം കുടിച്ചുകൊണ്ട് ജയിലിൽ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ? ഇന്ന് ലോകത്ത് നമ്മൾ പത്രങ്ങൾ കാണുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക സഹോദരങ്ങളെ. ലോകത്ത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതങ്ങൾക്ക് ആർക്കും ഇത് വരാതിരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആ തീ അതിനകത്തിരിക്കട്ടെ. വചനം നമ്മുടെ അകത്തിറങ്ങട്ടെ, നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ ഇറങ്ങട്ടെ. എല്ലാ കുടുംബങ്ങൾക്കകത്ത് സമാധാനം വരട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു സമാധാനം വരട്ടെ. അപ്പോൾ നമ്മൾ വഞ്ചിക്കപ്പെടരുത്.
ഭർത്താക്കന്മാരോട് പറയാണ്, ഭാര്യമാരെ സ്നേഹിപ്പിൻ. ഇനി മക്കളോട് പറയാണ് 6:1, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പി. അത് ന്യായമല്ലോ. നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സ് ഒളിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക. അടുത്ത വരി എന്നത് വാഗ്ദത്തത്തോട് കൂടി ആദ്യ കൽപ്പനയാണ്. അടുത്ത വരി, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കല്ല്. കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും കണ്ടോ, ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും എന്ത് ചെയ്യണം? പോറ്റി വളർത്തണം. ചിന്തിച്ചു നോക്കിയേ, കുടുംബജീവിതത്തിനകത്ത് നമ്മൾ അല്പനാണോ മഹാനാണോ? ചിന്തിച്ചു നോക്കിയേ. എൻ്റെ കർത്താവ് എൻ്റെ നിങ്ങളുടെ ആകമാണ് നോക്കുന്നത്. ഞാനും എൻ്റെ മക്കളും തമ്മിലുള്ള ബന്ധം, ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള ബന്ധം, ഭർത്താവും ഭാര്യയും മക്കളും തമ്മിലുള്ള ബന്ധം, കുടുംബത്തിനകത്തുള്ള അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. അത് കഴിഞ്ഞിട്ട് സഭയിലോട്ട് വരണം, സഭ കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോകണം. എല്ലായിടൊന്ന് തിരിഞ്ഞു നോക്കിയേ, എവിടെയാണ് നമ്മൾ അല്പൻ? മഹാനാകുന്നുണ്ടോ? സ്വത്രം. ഒരുവൻ അല്പനായിരിക്കേ മഹാനാകുന്നു നിരൂപിച്ചാൽ തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിനകത്ത് യേശുവില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പറയാം, ഒരാളുടെ അകത്ത് യേശു വന്നാൽ ഞാൻ അക്കമിട്ട് പറയാം, ജീവിതം മാറിയിരിക്കും. സ്തോത്രം. സ്വഭാവം മാറിയിരിക്കും. ചിന്തകൾക്കെല്ലാം വ്യത്യാസം വരും. കുടുംബത്തിനകത്ത് സമാധാനം കാണും. ചമ്മന്തിയും കഞ്ഞിയേ ഉള്ളൂ. ഞാൻ പറയാം, നിന്റെ വീട്ടിനകത്ത് സമാധാനം കാണും. 100% ഞാൻ പറയാം. യേശു ഉണ്ടോ? യേശുവിൻ്റെ സന്നിധി സമാധാനമുണ്ട്. ഓ ജീസസ്, ഹല്ലേലൂയ. വേദനയുടെ നടുവിലൂടെ പോകുമ്പോഴും സമാധാനമുണ്ട്. ക്രിസ്തുവിലാണോ ജീവിക്കുന്നത്? സമാധാനമുണ്ട്. ക്രിസ്തുവിലാണോ മുന്നോട്ട് പോകുന്നത്? സമാധാനമുണ്ട്. എബ്രായർക്ക് ലേഖനം വായിക്കുമ്പോൾ, അതിൻ്റെ 11-ാം അധ്യായം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നുണ്ട്. എബ്രായർക്ക് ലേഖനം അതിൻ്റെ 11-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് സ്വത്ര അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. 11-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, അടുത്ത് നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു. അടുത്ത് സിംഹങ്ങളുടെ വായ അടച്ചു. കണ്ടോ, ദൈവത്തിന്റെ പൈതൽ വിശ്വാസത്താൽ പ്രാർത്ഥന മുറിക്കകത്ത് പ്രതികൂലമുണ്ടായി, പ്രശ്നമുണ്ടായി. ദൈവദാസനെ, ഓ നിനക്ക് പ്രതികൂലമുണ്ടായിരിക്കാം, പക്ഷെ നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് നീ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഞാൻ വിളിച്ചു പറയാ, ഓ ദാനിയേലേ, നീ ദൈവപുരുഷ, താങ്കൾക്ക് പ്രതികൂലമുണ്ടില്ലെന്നല്ല, പ്രശ്നമുണ്ട്. പക്ഷേ പ്രശ്നം സിംഹത്തിന്റെ കുഴിയാണ്. ആ സിംഹം നിങ്ങളെ തിന്നാണ്ടിരിക്കുകയാണ്. പക്ഷെ നീ പ്രാർത്ഥന മുറിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞാൻ പറയാ, ശത്രുവിന്റെ പദ്ധതികളെ ഉടയ്ക്കാൻ ഈ ദൈവം മതിയായവനാണ്. യേശുവിൽ ജീവിക്കുന്ന മകനെ, മകളെ, ശത്രുവായവൻ ഏതൊക്കെ കേടി ഒരുക്കിയാൽ നീ പേടിക്കല്ലേ. അവയുടെ നടുവിൽ ജയത്തോടെ പ്രാർത്ഥിക്കുന്ന പൈതലെ, അതിനകത്ത് ഒരുവൻ ഇറങ്ങി വന്ന് നിൽക്കും. ആ തീക്കകത്ത് ആര്? യേശു ക്രിസ്തു. ഹല്ലേലൂയ. നിന്നെ പിച്ച് ചീന്ത വിടുന്ന ഒരു ദൈവമല്ല. നീ തീക്കകത്തൂടെ നടന്നു പോകുമ്പോഴും വെന്തുപോകാൻ വിടുന്ന ദൈവമല്ല. കണ്ടോ, സിംഹത്തിന്റെ വായ അടച്ച ഒരു ദൈവം. അവരുടെ ജീവിതത്തിനകത്ത് പ്രതികൂലം വന്നു, പ്രശ്നം വന്നു. കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ പ്രതികൂലം ഉണ്ടാകാം, പ്രശ്നമുണ്ടാകാം, പ്രതിസന്ധി ഉണ്ടാകാം, ഒറ്റപ്പെടൽ ഉണ്ടാകാം, വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകാം. പേടിക്കരുത്. വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകാം. ഒരുപക്ഷെ എല്ലായിടത്തും ഒറ്റപ്പെടുന്നവരാ. പക്ഷെ അവിടെ ഓരോരുത്തും തളർന്നു പോകല്. ധൈര്യത്തോടെ പറ, പ്രാർത്ഥിക്കുന്ന ഒരുത്തനുണ്ടോ? വിശ്വാസമുള്ള ഒരു മകളുണ്ടോ? ഞാൻ പറയാ, പ്രാർത്ഥിക്കുമ്പോൾ ശത്രുവിന്റെ പദ്ധതികളെല്ലാം പൊളിയും. ഹല്ലേലൂയ. ഈ മനുഷ്യൻ ആ സിംഹത്തിന്റെ കുഴിക്കകത്ത് ഇടും മുമ്പേ എന്തുകൊണ്ടായി ധൈര്യം കിട്ടിയത്? പ്രാർത്ഥന മുറിക്കകത്തുള്ള പ്രാർത്ഥന ബലം ദൈവം കൊടുത്തു, ശക്തി കൊടുത്തു. ഹല്ലേലൂയ. താൻ ഒന്നും കരുതിയില്ല, തന്നെ താഴെ എടുത്ത് ആ സിംഹം കുഴിക്കകത്ത് ഇടുമ്പോൾ ആ സിംഹം വായ അടച്ചു കൊടുത്തു. കാരണം എന്താ? പ്രാർത്ഥനയുള്ളവന്റെ മുമ്പിൽ ശത്രുവിന്റെ പദ്ധതികൾ അടഞ്ഞു. ഇന്ന് ഇതിനകത്ത് ഞാൻ പറയാം, എന്നെ നിന്നെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന ഒരു ദൈവമല്ല. ആ സിംഹത്തിന്റെ കുഴിയാണെങ്കിൽ നമ്മൾ ചെല്ലുന്നതിന് മുൻപേ നമുക്ക് മുമ്പേ ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് പ്രതികൂലത്തിലൂടെ പോകുമ്പോഴും പ്രശ്നത്തിലൂടെ പോകുമ്പോഴും പേടിക്കല്ലേ. ഈ പ്രതികൂലത്തിനകത്ത് ജയം തരാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഇനി ഏത് തീച്ചുളക്കകത്തൂടെ പോകേണ്ടി വന്നാലും പ്രസംഗിക്കാൻ എളുപ്പമാണ്. ജീവിതത്തിനകത്ത് ശോധനകൾ വരുമ്പോഴാണ് നമ്മൾ എത്രമാത്രം പിടിച്ചു നിൽക്കുന്നു എന്ന്. അതോ സ്തോത്രം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനെ തെളിഞ്ഞ ശേഷമാണ് കിരീടം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ, പരീക്ഷകൾ ഉണ്ടാകും, പ്രസംഗിക്കാൻ ഈ സ്തോത്രം ഇതുപോലെ ബൈബിൾ എടുത്ത് വെച്ച് പ്രസംഗിക്കാൻ നല്ല എളുപ്പമാണ്. ജീവിതത്തിന്റെ ഓരോ മേഖലകളിലൂടെ വരുമ്പോൾ അറിയാം നമ്മുടെ ജീവിതം എങ്ങനെയെന്ന് നമുക്കറിയാം. ഇതാ ഈ പ്രാർത്ഥന മനുഷ്യന്റെ ജീവിതത്തിനകത്ത് പ്രതികൂലമുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ സിംഹത്തിന്റെ വായ ദൈവം അവിടെ അടച്ചു. ഞാൻ പറയാം, ചിലപ്പോൾ സിംഹത്തിന്റെ വായ അടച്ചിരിക്കാം, ചിലപ്പോൾ സിംഹത്തിന്റെ വായ അടച്ചില്ലെങ്കിൽ ഞാൻ പറയാം, ദാനിയേലിന് പേടിയില്ല. ഇവൻ കടിച്ചു കീറിയാലും കടിച്ചു കീറാത്ത, തകർത്തു പോകാത്ത, നശിപ്പിക്കാൻ പറ്റാത്ത ആ ദൈവം
കൊടുത്ത ആത്മാവ് അപ്പന്റെ രാജ്യത്തിൽ കയറിപ്പോകും. ഈ ജഡമത്രേ കടിച്ചു കീറുന്നത്. ആത്മാവിനെ തകർക്കാൻ ആത്മാവിന്റെ മേൽ അധികാരമുള്ളത് ദൈവത്തിന് മാത്രമാണ്. സ്തോത്രം, ആമേൻ. എന്നാൽ ഇവിടെ ആ പ്രാർത്ഥന മനുഷ്യൻ മുറിക്കകത്ത് പ്രാർത്ഥിച്ചതുകൊണ്ട് തൊട്ടപ്പുറത്ത് സിംഹത്തിന്റെ വായ അടച്ചു. വിശ്വാസത്താൽ ഒരിക്കലും സിംഹത്തിന്റെ വായ അടയത്തില്ല സഹോദരങ്ങളെ. എന്നാൽ സിംഹത്തിന്റെ വായ എന്ത് ചെയ്തു? അടഞ്ഞു. കാരണം തന്നെ സ്തോത്രം, ഈ പ്രാർത്ഥിച്ചാൽ നിന്നെ അതിനകത്ത് ഇടുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ കുറേയും കൂടെ പ്രാർത്ഥിക്കാനിടയെത്തിരുന്നു. അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ പ്രശ്നം വരുന്നു എന്ന് കേൾക്കുമ്പോൾ പ്രാർത്ഥന കുറേയും കൂടെ കൂടും. ഹല്ലേലൂയ. അതാണ് അകത്തെ മനുഷ്യൻ ബലപ്പെടേണ്ട ഒരു ലക്ഷണം. ഹല്ലേലൂയ. അവൻ ഈ പ്രശ്നം കണ്ട പേടിക്കത്തില്ല, പ്രതിസന്ധി കണ്ട പേടിക്കത്തില്ല. പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കാണുമ്പോൾ ആ പൈതൽ പറയും, ഓ ജീസസ്, ഹല്ലേലൂയ, ഈ പ്രശ്നത്തെ ജയിച്ച ഒരു കർത്താവ് എൻ്റെ മുമ്പിലുണ്ട്. ഈ പ്രതിസന്ധിയെ ജയിച്ച ഒരു കർത്താവ് എൻ്റെ മുമ്പിലുണ്ട്. ഈ പ്രതികൂലത്തെ ജയിച്ച കർത്താവ് എൻ്റെ മുമ്പിലുണ്ട്. അടുത്ത വാക്യം വായിക്കുമ്പോൾ വായിച്ച അടുത്ത വാക്യം 33 അടുത്ത വാക്യം. തീയുടെ ബലം കെടുത്തു. തീയുടെ ബലം കെടുത്തു. അടുത്ത ഒന്നുകൂടെ തൊട്ട് മുമ്പ് ആ സിംഹങ്ങളുടെ വായ അടച്ചു. സിംഹങ്ങളുടെ വായ അടച്ചു. അടുത്ത തീയുടെ ബലം കെടുത്തു. അടുത്ത ശദ്രക്കിനെ മേശക്കിനെ അബേദ്നെഗോവിനെ 3 പേരെയും തീക്കകത്തിട്ടപ്പോൾ ഇവർ ചെന്ന് വീഴും മുമ്പ് തീയുടെ ബലം എന്ത് ചെയ്തു? ഒന്നുകൂടെ വായിച്ചേ. സിംഹങ്ങളുടെ വായ അടച്ചു. തീയുടെ ബലം കെടുത്തു. തീയുടെ ബലം എന്ത് ചെയ്തു? തീക്കൊരു ബലമുണ്ട്, പക്ഷേ അതിനെ കെടുത്തുന്നൊരു ബലം ദൈവത്തിലുണ്ട്. ഓ, അതിനെ കെടുത്തുന്നൊരു ബലം, തീക്കകത്ത് കത്തിക്കാത്തൊരു ബലം. പ്രതികൂലം ഇല്ലെന്നല്ല, പ്രശ്നം ഇല്ലെന്നല്ല, പ്രതിസന്ധി ഇല്ലെന്നല്ല, ഒറ്റപ്പെടലില്ലെന്നല്ല, പക്ഷെ അതിന്റെ തീയുടെ ബലത്തെ കെടുത്തി അവ ഇവിടെ നടുവിലും യേശുവിന്റെ കൂടെ നൃത്തം ചെയ്യുന്ന ഒരു അഭിഷേകം തരാൻ. ഓ, ആ തീച്ചൂളക്കകത്ത്, പ്രശ്നത്തിനകത്ത്, പ്രതിസന്ധിക്കകത്ത്, ഒറ്റപ്പെടിന്റെ അകത്ത് എല്ലാവരും നിന്ദിക്കുമ്പോൾ, എല്ലാവരും ദൂഷിക്കുമ്പോൾ, എല്ലാവരും മാറ്റിവിടുമ്പോൾ ചേർത്ത് പിടിക്കേണ്ടവരുടെ കരം മടക്കി പിടിക്കുമ്പോൾ ഞാൻ പറയാം, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കരമുണ്ട്. ഈ തീക്കകത്തും അണക്കേണ്ട കരങ്ങൾ നിന്നെ വിട്ടു മാറുമ്പോൾ അണയ്ക്കുന്ന ഒരു കരമുണ്ട്. അത് മനുഷ്യന്റെ കരമല്ല. മനുഷ്യന്റെ കരം തളരും, എന്നാൽ തളരാത്ത, ഓ ആമേൻ, 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 ഈ കരം തളരത്തില്ല. ഈ കരം തളരത്തില്ല. ഈ കരത്തിന് ശക്തിയുണ്ട്. ഈ കരത്തിന് ബലമുണ്ട്. ആരെല്ലാം നിന്നെ തളർത്തിയാലും, ആരെല്ലാം നിന്നെ അകറ്റിവിട്ടാലും, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം എന്നെ അകറ്റി നിർത്തിയാലും, അനുഗ്രഹമേകുന്നു യേശുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നു യേശുണ്ട്. ആരെല്ലാം എന്നെ അകറ്റി നിർത്തിയാലും, ആരെല്ലാം എന്നെ അകറ്റി നിർത്തിയാലും ചങ്കോടു ചേർക്കുന്നൊരേശുണ്ട്. എന്നെ ചങ്കോടു ചേർക്കുന്നു യേശുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നൊരേശുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നൊരേശുണ്ട്. ഹല്ലേലൂയ. വീട്ടുകാരും നാട്ടുകാരും പ്രിയപ്പെട്ടവരും സഹോദരങ്ങളും ബന്ധുക്കളും എല്ലാവരും അകറ്റി നമ്മളെ വിട്ടാലും, കണ്ണീര് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴും, എല്ലാവരും ചവിട്ടി നമ്മളെ പുറത്താക്കുമ്പോഴും മാറാത്ത കൂടെ നിൽക്കുന്നൊരു ദൈവമുണ്ട്. ആരെല്ലാവരും മാറ്റിവിടും. പക്ഷേ ഞാൻ എന്നെ പഠിപ്പിച്ചൊരു സത്യം ഞാൻ പറയാം. നമ്മുടെ മക്കൾക്കാകട്ടെ, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കാകട്ടെ, ആർക്കും ആകട്ടെ, ഒന്നും വേറെ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. സ്നേഹം കൊടുക്കാൻ പറ്റിയാൽ, അവരെ കരയിപ്പിക്കാതിരിക്കാൻ പറ്റിയാൽ, നമ്മൾ കൊട്ടാരം വെച്ച് കൊടുത്താലും അതിനകത്ത് കണ്ണീരാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഈ കൊട്ടാരം ആർക്ക്? നമ്മൾ പറയാറുണ്ട്, എൻ്റെ മോന് വേണ്ടി ഞാൻ ഇന്നതെല്ലാം ചെയ്തു, എൻ്റെ മോക്ക് വേണ്ടി ഇന്നതെല്ലാം ചെയ്തു, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ രാവും പകലും കഷ്ടപ്പെടുന്നു, എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ ഇതെല്ലാം ചെയ്തു. ആർക്ക് വേണം? ഇതെല്ലാം
നീ സ്നേഹത്തോടൊരു വാക്ക് സംസാരിച്ചിട്ടുണ്ടോ? വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും ലോകത്തിലൊരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് വേറെ ഒന്നുമല്ല, ഏറ്റവും അധികമായി ഒരു സ്നേഹത്തിന്റെ വാക്ക്, ഒരു താങ്ങുന്ന കരം, ചേർത്ത് പിടിക്കുന്ന ഒരു കരം. കുടുംബജീവിതം ദൈവം തരുന്നത് എന്തിനാ? ഭാര്യയെ ഭർത്താവ് ചേർത്ത് പിടിക്കാൻ, ഭർത്താവിനെ ഭാര്യയെ ചേർത്ത് പിടിക്കാൻ, മക്കളെ മാതാപിതാക്കൾ ചേർത്ത് പിടിക്കാൻ. പക്ഷെ ഇന്ന് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തെന്ന് കുറച്ച് ചെയ്ത കാര്യങ്ങൾ പറയാനുണ്ട്. ആർക്ക് വേണം? നീ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ പറയാം, നീ കരയിപ്പിക്കുന്ന കണ്ണീര് മാത്രം ഇറ്റിട്ട് നീ എന്തോ ചെയ്തോട്. നീ ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു സ്നേഹത്തിൻ്റെ വാക്ക് നിന്റെ കുടുംബത്തിൽ അങ്ങ് കൊടുത്താൽ ഒരിക്കലും മറക്കൂല. അത് നീ കോടികൾ കൊടുത്താൽ മറക്കുമോ? അവര് മറക്കും. പക്ഷെ നീ കൊടുക്കുന്ന സ്നേഹം, നമ്മൾ കൊടുക്കുന്ന സ്നേഹം, നമ്മൾ തെറ്റ് ചെയ്യാത്ത ഒറ്റ മനുഷ്യനകത്തുണ്ടെങ്കിൽ എണീറ്റ് കൈ പൊക്കുത്ത പറ, കൈ പൊക്ക്. എന്നെ ഉൾപ്പെടെ ഞാൻ പറയാം, എൻ്റെ നിങ്ങളുടെ തെറ്റിനെ യേശു വലിച്ചു കീറി ഈ ഫ്ലെക്സിൽ ഒട്ടിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഈ ലോകത്തൊരിടവും നമ്മൾ ആരും അംഗീകരിക്കത്തില്ല. പക്ഷെ ഇതെല്ലാം മറച്ചു പിടിച്ചിട്ട് 2000 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ നീചഹീന മ്ലേച്ഛ പാപ പ്രവർത്തികളെ ഏറ്റെടുക്കാൻ യേശുക്രിസ്തു തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. യേശു എന്നോട് പാപം ക്ഷമിച്ചു, എൻ്റെ നീച കൃത്യങ്ങളെല്ലാം ക്ഷമിച്ചു. സഹോദര സഹോദരി മക്കളെ, നമ്മളോടെല്ലാം യേശു ക്ഷമിച്ചു. കൊച്ചുമക്കളോട് ഞാൻ ചോദിക്കട്ടെ, BBSൻ്റെ കുഞ്ഞുങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ കൂട്ടുകാരോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളെ മാതാപിതാക്കളോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? സഹോദരിമാരെ ഞാൻ ചോദിക്കട്ടെ, സഹോദരന്മാരോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? സഹോദരന്മാരെ ഞാൻ ചോദിക്കട്ടെ, സഹോദരിമാരോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? പിന്നെ ആര് നമ്മളകത്തിരിക്കുന്നെന്നാ പറഞ്ഞേ? പിന്നെ ആരാ നമ്മളകത്ത് വസിക്കുന്നത്? ഞാൻ പറയാം, സാത്താൻ, വേറെ ആരുമല്ല. ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അവർ ഒരു സ്നേഹവാക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിൽ, തീയാണ് എൻ്റെ നിങ്ങളുടെ വായിൽ നിന്ന് മറ്റൊരാളിന് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും കൈ വല്ലപ്പോഴൊരിക്കൽ ഇങ്ങനെ നിവർത്തി നോക്കണം. ഷോപ്പാ, എൻ്റെ കൈ വിശുദ്ധമാണോ? കണ്ണാടിയുടെ മുമ്പ് വെച്ച് പോയി നിന്നിട്ട് മുഖം ആ കണ്ണാടി നോക്കണം. യേശുവേ, ഞാൻ മഹാനാണെന്ന് അഭിനയിക്കുന്നുണ്ട്. രാജാവേ, ഞാൻ മഹാനാണോ? ഞാൻ മഹാനാണോ? സ്വത്രം ഞാൻ പറയാം, എൻ്റെ ഒരു അപേക്ഷ പോലെ നിങ്ങൾ ഈ BBSൻ്റെ സമാപനത്തിന് ഏറ്റെടുത്തു. നിങ്ങൾ കൊട്ടാരം നിങ്ങളെ മക്കൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനും കൊടുത്തില്ലെങ്കിലും, കോടിക്കണക്കിന് ഡെപ്പോസിറ്റ് കൊടുത്തില്ലെങ്കിലും, നിങ്ങൾക്ക് സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞാൽ, വേദനിപ്പിക്കാതിരിക്കാൻ കഴിഞ്ഞാൽ, അതിലപ്പുറം ഒന്നും കൊടുക്കാനില്ല. വേറെ നിങ്ങളൊന്നും കൊടുക്കണ്ട, അതിലപ്പുറം ഒന്നുമില്ല. ഈ ലോകത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിനുള്ള സ്നേഹമാണ്. യേശുവിൻ്റെ അടുത്ത് എല്ലാവരും ഓടിയെത്തുന്നതെന്നറിയാമോ? യേശു കുറ്റപ്പെടുത്തത്തില്ല, ഒറ്റപ്പെടുത്തത്തില്ല, ഒറ്റിക്കൊടുക്കത്തില്ല, തള്ളി പറയത്തില്ല, ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തത്തില്ല, മോശം വാക്ക് പറയത്തില്ല, കല്ലെറിയത്തില്ല. ഏത് പാവിയെയും ചേർത്ത് പിടിക്കുന്ന സ്നേഹം, ഇതാണ് യേശുവിനുള്ളത്. നമ്മളിലോ അല്പൻ ആയിരിക്കെ മഹാനം നിരൂപിക്കുന്ന നിരൂപണം പാടില്ല. തീക്കകത്ത് 3 പേരെ വലിച്ചെറിയുമ്പോൾ കൈയടിച്ച് ചിരിക്കാൻ ഒരു കൂട്ടം പേർ വട്ടമിട്ട് നിന്നു. എങ്ങനെ എങ്ങനെ ആരൊക്കെ വട്ടമിട്ട് നിന്നേ? പറ. രാജാവും പ്രജകളും മുഴുവൻ വട്ടമിട്ട് നിന്നു. എന്നാൽ ഇവർ 3 പേരും പ്രാർത്ഥനയോടെ, തീയെങ്കിൽ തീ. ദാനിയേൽ 3:17 പറയുന്നു, സ്വത്രം, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും നീ നിർത്തിയ വിഗ്രഹം, നീ പറയുന്ന പാപം, നീ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഈ പാപ സ്വഭാവം എനിക്ക് വേണ്ട.
ഓ, എനിക്ക് ഈ പാപം വേണ്ട, എനിക്ക് ഈ ലോക ഇമ്പം വേണ്ട, എനിക്ക് ഈ വിഗ്രഹാരാധന വേണ്ട, എനിക്ക് ഈ പന്ന സ്വഭാവം വേണ്ട. നീ എന്നെ കൊന്നാലും കുഴപ്പമില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നൊരു ദൈവമുണ്ട്. അവനെ എന്നെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം വിടുവിച്ചോട്ടെ, അല്ലെങ്കിൽ ഞാൻ മരിക്കട്ടെ. പക്ഷെ എന്നാലും നീ പറയുന്ന കേൾക്കാനല്ല ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു പറയുന്നത് കേട്ട് ജീവിക്കാനാണ്. ഓ, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം. ഹല്ലേലൂയ. ഏതൊക്കെ വാക്കിന് പോവോ അവിടെ എല്ലാം പിന്നെ അടുത്തവന് അറിയുകയും ചെയ്യണം. ഇന്ന ആളുടെ കുഞ്ഞിന് എന്ത് ചെയ്തെങ്കിലും അവർ രക്ഷകർത്താക്കൾ സമ്മതിച്ചു, ഇത് പറയണം ആളുകൾ. ഓ, കടമെങ്കിലും മറിച്ച് ഇങ്ങനെയെങ്കിലും ചെയ്ത്, ഓ, ആ കുഞ്ഞുങ്ങളെ ഒരു കര പറ്റിച്ചു, ഇത് പറയിക്കാൻ വേണ്ടി ചെയ്യുന്നവരും. ഈ അല്പൻ മഹാനാകാൻ ആഗ്രഹിക്കുന്ന ആര് കാണുന്നുണ്ട്? അല്പത്തനം ആര് കാണുന്നുണ്ട്? ദൈവം നീ ഒന്നും ചെയ്തില്ലെങ്കിലും ഉള്ളതിനെ ഉള്ളതുപോലെ എനിക്ക് നിങ്ങൾക്ക് അപ്പനോട് പറയാൻ പറ്റിയാൽ അതിൽ പരം ഭാഗ്യം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കിട്ടാവുന്നില്ല. ഞാൻ നോക്കിയിട്ട് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സമാധാനം വരും, അത്രയ്ക്ക് സന്തോഷം വരും, അത്രയ്ക്ക് സ്വസ്ഥത വരും. അവിടെ ഞാനെന്നുള്ളൊരു അഹങ്കാരം വരൂല. അപ്പാ ഞാനല്ല, എന്നിൽ യേശുവിനെ മാത്രം മതി കർത്താവേ. അപ്പാ ഞാൻ നിന്ന എല്ലാം മോശമേ വരൂ, പക്ഷെ യേശുവാണ് നിന്നാൽ ഒറ്റ മോശം പ്രവൃത്തി പോലും വരത്തില്ല. അടുത്ത വരി വായിച്ചേ. തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി തുങ്ങൽ വലുതാക്കും, അത്താഴത്തിൽ പ്രധാന സ്ഥലവും. നോക്കിയേ, അത്താഴത്തിൽ ഇവിടെ ഇരിക്കും പ്രധാന സ്ഥലവും, പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബ്ബി എന്ന് വിളിക്കുന്നത് അവർക്ക് പ്രിയമാകുന്നു. ശ്രദ്ധിച്ചേ, നമ്മളൊക്കെ ചിലർ ആഗ്രഹിക്കുന്നതറിയാമോ? ഓ, നമ്മളെ കാണുമ്പോൾ ചാടി എഴുന്നേൽക്കണം, നമ്മളെ കാണുമ്പോൾ ഒന്ന് കൈ പിടിക്കണം, ഓ, നമ്മളെ കാണുമ്പോൾ പെട്ടെന്ന് ടക്കൻ ഇരിക്കുന്നിടത്ത് എഴുന്നേറ്റ് ഓടണം, പിന്നെ വണങ്ങണം. ആരൊക്കെ ഉണ്ട് അങ്ങനെ വണങ്ങൽ ആഗ്രഹിക്കുന്ന? നമ്മൾ ആളുകൾ ബഹുമാനിക്കണം. ഓ, അതാ പാസ്റ്റർ വരുന്നു, അതാ സിസ്റ്റർ വരുന്നു, അതാ സാർ, അതാ ഗുരു, ഓ, അതാ. ഇത് ആൾക്കാരല്ല, പിന്നെ നമ്മളകത്ത് ഒരു ചിന്ത. ആരെങ്കിലും ഒന്ന് ബഹുമാനിച്ച് കണ്ട കസേര ഉണ്ടെങ്കിൽ 5 കസേര ഒരുമിച്ചിട്ട് അതിൻ്റെ പുറത്ത് കയറി അങ്ങ് നിൽക്കും. മനസ്സിലായോ? ഞാൻ എന്ത് ചെയ്തു? ബഹുമാനിക്കപ്പെട്ടു. ഇത് ദൈവത്തിൻ്റെ അല്ല, പിശാചിൻ്റെ. കണ്ടോ? അയാൾ ആഗ്രഹം ആളുകളെ മുമ്പിൽ മാന്യനെന്ന് നടിക്കണം, ആളുകളുടെ മുമ്പിൽ എനിക്ക് മിടുക്കാണെന്ന് അറിയണം, ആളുകൾ ഞാൻ എന്തോ സംഭവമാണെന്ന് ആൾക്കാർ എന്നെ പൊക്കി. ചില ആൾക്കാരെ കണ്ടിട്ട് ഒന്നും അറിഞ്ഞുകൂടായിരിക്കും, പറയാനൊന്നും അറിഞ്ഞുകൂടായിരിക്കും. സ്വത്രം. ചില കുഞ്ഞുങ്ങളുണ്ട് ഒന്നും അകത്തറിഞ്ഞുകൂടാ, അവർ എല്ലാം അറിയാമെന്നുള്ള പാവം എന്ത് ചെയ്യും? സംഭവം ഒന്നും അറിയത്തില്ല. സ്വത്രം. അവസാനം എന്തെങ്കിലും ഒന്ന് മറച്ച് പിടിക്കാൻ അവർ പെടുന്ന പാട് കാണുമ്പോൾ മനസ്സിലായിട്ടില്ലേ? നമ്മളൊക്കെ കുഞ്ഞിലായിരുന്നപ്പോൾ അങ്ങനെയല്ലേ? എന്തെങ്കിലും ഒന്ന് മറച്ച് പിടിച്ച് അവളെക്കാലം ഞാൻ നല്ല സേട്ടയാണെന്ന് പറയാൻ നമ്മൾ കെട്ടി ഒരുക്കുന്ന അണിഞ്ഞ് ഒരുക്കുന്ന പുറം മൂടിയേ ഇന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതൊക്കെ ഇന്ന് കത്തണം. ആത്മാവ് ഇറങ്ങി നമ്മളെ കത്തിക്കണം, ജഡത്തിന്റെ പ്രവൃത്തി മരിക്കണം. അടുത്തവർ വായിച്ചേ. നിങ്ങളോ റബ്ബി എന്ന് പേർ എടുക്കരുത്. എങ്ങനെ റബ്ബി എന്ന് പേരെടുക്കല്ലേ? അടുത്ത് ഒരുത്തൻ അത്രേ നിങ്ങളുടെ ഗുരു. ഒരുത്തൻ അത്രേ നിങ്ങളുടെ അതാരാ? ഓ, മഹാനാരാ? എല്ലാത്തിനും യോഗ്യനാരാ? അടുത്ത് നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ. നമ്മളെല്ലാവരും ആരാ? ഇത്രേ ഉള്ളൂ. യേശുവിനെ എങ്ങനെയാ പരിചയപ്പെടുത്തിയേ? മനുഷ്യപുത്രൻ. യേശുവിനെ എങ്ങനെ പരിചയപ്പെടുത്തിയേ? അടുത്തവർ വായിച്ചേ. ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത്. ഭൂമിയിൽ ആരെയും ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ താഴോട്ടുണ്ട് 23 മുതൽ വായിച്ച്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ തുളസി, ചതക്കുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും. ഈ 11, 12 വായിച്ചു പോയിട്ട് 23 11, 12 വായിച്ചിട്ട് 23 നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. ഇത് യേശുവാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, യേശു ഇതുപോലെ ആയോ? ഉണ്ടോ ഇല്ലയോ? ഇതാണോ അല്ലയോ? യേശു ഒരിക്കൽ കർത്തൃമേശയ്ക്ക് വേണ്ടി പോവുകയാണ്. പോകുമ്പോൾ അവിടെ യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് പാദം കഴുകലുണ്ട്. ആര് വീട്ടിൽ വന്നാലും എന്ത് ചെയ്യും? പാദം കഴുകിയിട്ട് കയറും. അവിടെ വെള്ളമുണ്ട്. പക്ഷേ
യേശു അവിടെ വന്നപ്പോൾ കഴുകാൻ ആരും ഇല്ല. യേശു അന്ത്യ അത്താഴത്തിന് മുമ്പേ ശിഷ്യന്മാരുടെ പാദങ്ങളെല്ലാം എന്ത് ചെയ്തു? യേശു കഴുകി. യേശു ലൂക്കോസ് 24 രണ്ടുപേരോട് കൂടെ എമ്മാവൂസിലേക്ക് പോയി അവരെ വീട്ടിൽ ചെന്ന്, അവരെ വീട്ടിൽ, ആരെ വീട്ടിൽ? ഈ രണ്ടുപേരുടെ വീട്ടിൽ ചെന്ന് യേശുവിനെ നിർബന്ധിച്ചു കയറ്റി. അവരെ വീട്ടിൽ ചെന്ന് അവരുടെ ഡൈനിങ് ടേബിളിലിരുന്ന ഭക്ഷണം എടുത്ത് എങ്ങനെ വിളമ്പി. യോഹന്നാൻ 21 തിബരിയോസ് കടൽക്കരയിൽ പത്രോസ് വീണ്ടും വള്ളം വല എടുത്തുകൊണ്ട് പോയി കരയിലിരുന്ന് 2 കയ്യിൽ വാണിയേറ്റ പാടുണ്ട്. യേശു ക്രിസ്തു അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്, മീൻ വറുത്തോണ്ട് 2 കയ്യിലും ഇങ്ങനെ മുറിവ്. ശുശ്രൂഷ ചെയ്യാനല്ല ചെയ്യിക്കാൻ, ചെയ്യിക്കാനല്ല ചെയ്യാൻ. അനേകരുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ മാത്രമേ മനുഷ്യപുത്രൻ വന്നത്. യേശു എന്തോ ആണെന്ന് തെളിയിക്കാനല്ല. യേശു ഒരു സാധാരണക്കാരനെക്കാളും താഴ്ന്നു നിന്ന് മഹാനാകുവാൻ ഇച്ഛിക്കുന്നെങ്കിൽ വായിച്ചേ, ശുശ്രൂഷക്കാരനാകണം. തിബരിയാസ് കടൽക്കരയിൽ ഒരു സാറായിട്ടല്ല, ഒരു പ്രധാന മന്ത്രിയായിട്ടല്ല, നേതാവായിട്ടല്ല, ഒരു ശുശ്രൂഷ ചെയ്യുന്ന ആളായി, സ്തോത്രം, ഒരു താഴ്മയുള്ള ആളായി അവിടെ നിന്നു. അടുത്ത വരി വായിച്ചേ. തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും. തന്നെത്താൻ അല്പൻ എപ്പോഴും എന്ത് ചെയ്യും? തന്നെത്താൻ എന്ത് ചെയ്യും? അല്പൻ ഉയർത്തിക്കൊണ്ടേയിരിക്കും. അല്പനെ എപ്പോഴും ഉയർത്തി 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 ആളുകൾ നമ്മളെ മുഖം മൂടി പറഞ്ഞു കാണാതിരിക്കാൻ പെടുന്ന പാടെ. എന്തൊക്കെ അഭിനയമെന്നറിയാമോ? എത്ര നാടകം കളിച്ച ഒരു ദിവസം 24 മണിക്കൂർ നീങ്ങും അപ്പാ. ഒരു ദിവസം 24 മണിക്കൂർ നീങ്ങണമെങ്കിൽ എത്ര നാടകം പഠിച്ചു വച്ചിരിക്കണം. സ്വത്രം ഒരു വാക്യം അറിയുന്നത് എന്നെ പോലെയുള്ളവർക്ക്, നമ്മളെ പോലെയുള്ളവർക്ക് പലർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ നാടകം അറിയാമെന്ന് വെച്ചാൽ ഏത് വശത്ത് എങ്ങനെ പറയണമെന്ന് നമുക്കറിയാം, എങ്ങനെ അഭിനയിക്കണമെന്ന് നമുക്കറിയാം, ഏത് റൂട്ട് എവിടെ കൂടെ പോയി എങ്ങനെ പിടിക്കാമെന്ന് നമുക്കറിയാം. ഇതിനാരും പഠിപ്പിക്കണ്ട. നിങ്ങൾ ചിന്തിച്ചു നോക്കി എന്തെല്ലാം അഭിനയം. അടുത്ത വരി വായിച്ചേ. തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും. നോക്കിയ, തന്നെത്താൻ താഴ്ത്തുവനെ, എന്നെ തന്നെ താഴ്ത്താൻ, എന്നെ തന്നെ വിട്ടുകൊടുക്കാൻ. അപ്പാ ഞാൻ ഏതുമല്ലപ്പാ, എന്നെ തന്നെ, ഞാൻ കപടമുള്ള ആളാണ്, ഞാൻ വിരോധമുള്ള ആളാണ്, ഞാൻ വിദ്വേഷമുള്ള ആളാണ്, ഞാൻ പകയുള്ള ആളാണ്, ഞാൻ പിണക്കമുള്ള ആളാണ്, ഞാൻ കുഴപ്പം പിടിച്ച ആളാണ്, ഞാൻ അസൂയുള്ള ആളാണ്, ഞാൻ കള്ളം പറയുന്ന ആളാണ്, ഞാൻ പിണങ്ങി. ഞാൻ 2 ദിവസം ഈ BBS പിള്ളേരുടെ കാര്യം 1-2 കാര്യം പറയട്ടെ സഹോദരങ്ങളെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ BBSനകത്ത് കുഞ്ഞുങ്ങൾ കടന്നു വന്നു. ദൈവത്തിന് മഹത്വം. ഒരു പ്രശ്നമുണ്ടായി. വട്ടപ്പേരിട്ട് വിളിച്ചാരെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഒരു കുഞ്ഞ് ചാടി അങ്ങ് എഴുന്നേറ്റ് കൈ അങ്ങ് പൊക്കി. അതൊന്ന് ഒരു ദിവസം വന്നവർക്കറിയാം. അടുത്ത വേറൊരു ദിവസം പിണങ്ങിയിരിക്കുന്ന ആരെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു കുഞ്ഞ് ചാടി അങ്ങ് എഴുന്നേറ്റു. ബാക്കി എത്രയോ കുഞ്ഞുങ്ങൾ പിണങ്ങിയിരിക്കുന്നറിയാം, അനങ്ങത്തില്ല. ബാക്കി എത്രയോ പേര് വട്ടപ്പേര് വിളിക്കും, അനങ്ങൂല. 2 പിള്ളേർ, സത്യമാണ് ഞാൻ പറഞ്ഞേ, 2 പേർ, ഒരാൾ കൈപൊക്കി പകൽ ചാടി എണീറ്റു, മറ്റേ ആൾ ദൂരെ കൂടെ പറഞ്ഞു ഒരു കസേരന്ന് ചാടി എണീറ്റ് ഞാൻ തന്നെ വട്ടപ്പേര് വിളിച്ചാൽ ഞാൻ തന്നെ. ഞാൻ പറഞ്ഞ വേറെ ഒന്നുമില്ല. പക്ഷേ നമ്മളെപ്പോലെയുള്ള ചിലരെങ്കിൽ കൊന്ന് കളഞ്ഞ പീസാക്കിയ നമ്മൾ ഏക്കയില്ല, പറയയില്ല, അംഗീകരിക്കുകയില്ല. ചിന്തിച്ചു. കാരണം മുഖം മൂടി കീറും എന്നുള്ള പേടി, നമ്മളിലൂടെ നമ്മളെ വെളിയിലറിഞ്ഞ നാണം കെടും എന്നുള്ള പേടി. ഹല്ലേലൂയ, ഇതെല്ലാം ഒരു മുഖം മൂടിയാണ്. ഇതൊന്നും നമുക്കൊരു അഭിനയമായിട്ടേ കിടക്കൂ. അതെല്ലാം വിട്ടു തിരിയണം. ഒരുവൻ മഹാനാകാനല്ല, ശുശ്രൂഷക്കാരൻ ആകാൻ ആഗ്രഹിക്കണം. എന്നെ തന്നെ താഴ്ത്താൻ വിട്ടുകൊടുക്കണം. വീണ്ടും 23 കപട പത്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരും ഉള്ളവരേ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ തുളസി, ചതക്കുപ്പ, ജീരകം ഇവയിൽ പദാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത. വായിച്ചേ. ന്യായം, കരുണ, വിശ്വസ്തത, ഇങ്ങനെ ന്യായപ്രമാണത്തിൽ കനമേറിയ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. നോക്കിയേ, നമ്മൾ വെള്ളിയാഴ്ച ദുഃഖത്തിന് ആചരിച്ചു. പയറുകഞ്ഞിയും മോശം വിചാരിക്കല്ലേ, ഞാൻ മോശം പറയുകയല്ല, ഞാൻ ഈ വചനം പറയാൻ വേണ്ടി എങ്കിലും അത് മനസ്സിലാവും. അതുകൊണ്ട് ചമ്മന്തി വെച്ച് കഞ്ഞി കുടിച്ചു അല്ലേ? നമ്മൾ കഞ്ഞി കുടിച്ചില്ലേ? അവർ കഞ്ഞി കുടിച്ചു. ബ്രദർ പറഞ്ഞ് കുടിച്ചില്ല. സ്വാതം. അപ്പോൾ നോക്കിയാൽ കഞ്ഞി കുടിച്ചു. ശ്രദ്ധിച്ചേ, കഞ്ഞി കുടിക്കാൻ ആർക്കാ പറ്റാത്തേ? ഇന്ന് ഇന്നലെ 12 മണിയായപ്പോൾ മെഴുകുതിരി കൊണ്ടുപോയി ഹല്ലേലൂയ. ആർക്കാ പറ്റാത്തേ? ആർക്കാ പറ്റാത്തേ? വണ്ടിയിൽ വെച്ച് കേട്ട ആർക്കാ പറ്റാത്തേ? ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ? ആണോ അല്ലേ? പക്ഷെ ഇതുണ്ടോ നോക്കിയേ, വായിച്ചേ ആ വരി. എന്നാൽ എല്ലാം ചതക്കുപ്പ, ജീരകം, ഇതിൽ തുളസിയിലെല്ലാം പദാരം കൊടുക്കും. എന്നാൽ ന്യായം, കരുണ, വിശ്വസ്തത, ന്യായമില്ല,
എന്തില്ല? കരുണ. എന്തില്ല? കരുണ. കരുണയില്ല. കരുണ കാണിക്കാൻ തന്നെ കരുണ കൂടാത്ത ന്യായവിധി. കരുണയില്ല. എന്നോട് ദൈവം കരുണ കാണിച്ചതിൻ്റെ തെളിവാണ് ഈ പള്ളിക്കകത്ത് ഞാൻ നിൽക്കുന്നതും നിങ്ങൾ ഇരിക്കുന്നതും. നമുക്ക് ദൈവം കാണിച്ച തെളിവാണ് നമ്മൾ ഓരോരുത്തരും കരുണ കാണിച്ചതിൻ്റെ തെളിവ്. ഇതുപോലെ മറ്റൊരാളിനോടൊരു കരുണ കാണിക്കാൻ എനിക്ക് പറ്റുമോ? പിന്നെ 12 മണിക്ക് 5 മണിക്ക് മെഴുകുതിരി പിടിക്കാൻ ആർക്കാ പറ്റാത്ത? കഞ്ഞിയും അച്ചാറും വെച്ച് കുടിക്കാൻ ആർക്കാ പറ്റാത്ത സഹോദരങ്ങളെ? അതൊക്കെ എളുപ്പമല്ലേ? കരുണ കാണിക്കുന്നതോ, പാവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതോ, പഞ്ച ഇന്ദ്രിയങ്ങളിൽ ജയം വരുന്നതോ, ഇത് എളുപ്പമാണോ? ഇത് ആർക്കിലൂടെ പറ്റൂ? യേശുവിലൂടെയും പരിശുദ്ധാത്മാവിലൂടെ പറ്റൂ. മെഴുകുതിരി 2 കയ്യിലും പിടിക്കാൻ ആർക്കാ പറ്റാത്തേ? വണ്ടി വെച്ച് കെട്ടി വിളിക്കാൻ ആർക്കാ പറ്റാത്തേ? പറ്റൂല്ലേ? ക്രൂശും കൊണ്ട് 7 മൊഴി 7 സ്ഥലത്ത് ക്രൂശ് വെച്ചിട്ട് മുട്ടുമടക്കി നടു റോഡിൽ മുട്ടുകുത്താൻ പറ്റാത്ത ആർക്കാ? എനിക്ക് പറ്റും, നിങ്ങൾക്ക് പറ്റൂലേ? പക്ഷെ നീതി, ന്യായവും കരുണയും പരിശുദ്ധാത്മാവിലൂടെ മാത്രം കിട്ടുന്ന ഇതിനു വേണ്ടി വില കൊടുക്കാൻ, മുട്ടുമടക്കാൻ, ഇതിനു വേണ്ടി കരയാൻ, വിലയുള്ളതിനെ വിലയുള്ളതായി കാണാൻ. യേശപ്പാ, കള്ളം പറയുന്ന സ്വഭാവം എന്നിൽ നിന്ന് പോയിട്ടില്ല, കോപിക്കുന്ന സ്വഭാവം എന്നിൽ നിന്ന് പോയിട്ടില്ല, കപട സ്വഭാവം എന്നിൽ നിന്ന് പോയിട്ടില്ല. ഇതെന്നിൽ നിന്ന് പോകണം. കർത്താവേ, എന്നെ രക്ഷിക്കണമെന്ന് പറയാൻ ഇതിനെത്രവർക്ക് വില കൊടുക്കാൻ പറ്റും? സ്തോത്രം. ഞാൻ ചിന്തിക്കും, കർത്താവേ, ഞാൻ ചിന്തിക്കുന്ന കാര്യമാണ്, ദൈവമേ, 2 മണിക്ക് എണീറ്റ് മെഴുകുതിരി കൊണ്ടുപോകാൻ വേണ്ടി കുളിക്കും. പക്ഷെ 2 മണിക്ക് എണീറ്റിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാത്തവർക്ക് പറ്റും. ദൈവമേ, പയറിട്ട കഞ്ഞി കുടിച്ച് അച്ചാറും വെച്ച് കുടിക്കാൻ എനിക്ക് പറ്റും. പക്ഷെ അപ്പാ, ഈ പന്ന സ്വഭാവം എന്നെ വിട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞ് മുട്ടുമടക്കാൻ, അതിൽ നിന്ന് ജയം പ്രാപിക്കാൻ, മറ്റൊരാളിനെ സ്നേഹിക്കാൻ, കരുണ കാണിക്കാൻ, യേശു എന്നെ സ്നേഹിച്ചോലെ സ്നേഹിക്കാൻ, ഒരാളിനോട് യേശു ദീർഘമായി ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ. അയ്യോ, അതങ്ങ് പോട്ടെ, അവർക്ക് അറിയത്തില്ല, അറിയാതെ ചെയ്തു പോയി എന്ന് പറയാൻ യേശു പറഞ്ഞു. ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയിക്കാൻ ഇവരോട് ക്ഷമിക്കണമേ യേശു പറഞ്ഞു. പക്ഷേ എനിക്കത് പറയാൻ പറ്റുന്നില്ല. അവിടെയാണ് ഞാൻ തോറ്റു പോകുന്നത്. ഇവിടെ എന്തു വേണം നമുക്ക് ചെയ്യാം സഹോദരങ്ങളെ, പക്ഷേ ഇതൊന്നും ബൈബിളില്ല. ബൈബിളിലില്ലാത്തത് ചെയ്യാൻ ലോകത്തിലെ എല്ലാ ആൾക്കാർക്കും ഇഷ്ടമാണ്. ഇന്നും ലോകത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ബൈബിളിലില്ല. അതെല്ലാം ഇന്ന് ലോകത്തുണ്ട്. നമ്മൾ നോക്കിയേ, കുരുത്തോലയും പിടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു സാധനമൊക്കെ കുരുത്തോല കൊണ്ട് ഉണ്ടാക്കും. ഞാനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ പിടിച്ച് പാട്ട് പാടിക്കൊണ്ട് പോകില്ലേ? അപ്പോൾ നമ്മൾ വിചാരിക്കും, ഭയങ്കര സന്തോഷമൊക്കെ വരും. എനിക്ക് വന്നിട്ടുണ്ട്, ഭയങ്കര സന്തോഷം വരും. ഇത് പിടിച്ചുകൊണ്ട് പോയി പാട്ട് പാടുമ്പോൾ, ആ ലയിച്ചൊക്കെ പാടുമ്പോൾ, പാട്ടിന് ഞാൻ ഇന്നലെ പറഞ്ഞില്ല, പിന്നെയാണ് എനിക്ക് വെളിപ്പെടുത്തിയത് ദൈവം. കർത്താവ്, മക്കളെ, പാട്ടിന് ഒരു സുഖമുണ്ട്, എല്ലാ പാട്ടിനും ഒരു സുഖം ഉണ്ട്. അത് ഞാൻ നിൻ്റെ അകത്തുള്ളതുകൊണ്ടല്ല സുഖം വന്നത്. പാട്ടിനൊരു സുഖം ഓൾറെഡി ഉണ്ട്. സിനിമ പാട്ടിനൊരു സുഖം ഉണ്ട്, കർത്താവിൻ്റെ പാട്ടിനൊരു സുഖമുണ്ട്. ഞാൻ വന്ന സുഖമല്ല അത്. ഇത് കൊണ്ടുപോകുമ്പോൾ ഇത് ബൈബിളിലില്ല, പക്ഷേ ഇത് ചെയ്യാൻ എനിക്കിഷ്ടമുണ്ട്. യേശു ക്രൂശി ചുമന്നതുപോലെ ക്രൂശി ചുമക്കാൻ ബൈബിളിലില്ല. തന്നെത്താൻ ധരിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അത് എൻ്റെ ക്രൂശ് എടുക്കുക, അല്ലാതെ പച്ചമര ക്രൂശ് എടുക്കുക. പക്ഷേ അത് ബൈബിളില്ല, അത് ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. 12 മണിക്ക് ഒരു അപ്പോസ്തലന്മാരും പോയില്ല, പക്ഷെ നമ്മൾ പോകാൻ ഒരുക്കമാണ്. സ്തോത്രം. ഒരിടത്തും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാരും ഇതൊന്നും ചെയ്തില്ല, പക്ഷേ ഇതെല്ലാം ചെയ്യാൻ നമ്മൾ ഒരുക്കമാണ്. പക്ഷേ പ്രാർത്ഥിക്കാൻ ഒരുക്കമാണോ? നമ്മൾ കുറവ് കിട്ടി ഒരുക്കമാണോ? ബൈബിളില്ലാത്ത മാനുഷിക കൽപ്പന അനുസരിക്കാൻ നമ്മളെല്ലാവരും വില കൊടുക്കും. പക്ഷെ നീതി വരാൻ, കരുണ വരാൻ, യേശുവിൻ്റെ സ്നേഹം വരാൻ, യേശുവിൻ്റെ താഴ്മ വരാൻ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങൾ, നമുക്ക് തന്ന മക്കളെ സ്നേഹിക്കാനെങ്കിലും പറ്റുന്നുണ്ടോ? ഒന്നും കൊടുക്കണ്ട. നമ്മളെ ഭർത്താക്കന്മാരെ, നമ്മളെ ഭാര്യമാരെ ഒന്ന് സ്നേഹിക്കുക. ഇന്ന് നോക്കിയേ, എത്രയോ കുഞ്ഞുങ്ങൾ ആത്മഹത്യക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന് അറിയാമോ? എത്ര കുഞ്ഞുങ്ങൾ, പല കാരണങ്ങൾ കൊണ്ട്. ചില കാരണം അപ്പനും അമ്മയെ സ്നേഹിക്കാനില്ല, അവർ പോയിക്കൊണ്ടിരിക്കുക. ചില കാരണം മക്കളെ എന്ന് വിളിക്കുന്ന അപ്പനമ്മമാർ ചുരുക്കം. കുഞ്ഞുങ്ങൾക്ക് എവിടെ സ്നേഹം കിട്ടുന്നു ഓടുകയാണ്. മദ്യത്തിന്, ലഹരി വസ്തുവിന് അടിമയായി കുഞ്ഞുങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ചില മക്കൾ ആത്മഹത്യക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. ആത്മഹത്യ ചെയ്ത് എവിടെ പോവുള്ളൂ? പറ, ഞാൻ നിർത്താൻ സമയം. ആത്മഹത്യ എവിടെ പോകൂ? എല്ലാ വിഷയത്തിനും ഇവിടെ പരിഹാരമുണ്ട്. യേശുവിനെ ശ്രദ്ധിച്ചേ, എല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധിച്ചേ. പരീക്ഷ എഴുതി കഴിയുമ്പോൾ അടുത്ത റിസൾട്ട് വരുമ്പോൾ പിള്ളേരെ കാണൂല. റിസൾട്ട് വന്നില്ല, എക്സാം കഴിഞ്ഞതേ ഉള്ളൂ.
അപ്പോഴുണ്ട് കുഞ്ഞ് ആത്മഹത്യ ചെയ്തു. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ പറയും, കുഞ്ഞ് ലെറ്റർ എഴുതി വെച്ചിരിക്കും, ഞാൻ ഇന്ന വിഷയം പാടായിരുന്നു, അത് ജയിക്കുമെന്ന് സംശയം, വീട്ടുകാരെന്നെ അടിച്ച് കൊന്നു കളയും, അതുകൊണ്ട് മരിച്ചു. സ്വത്രം. പഠനത്തെക്കാൾ വിലയുള്ള യേശുവിനെ മക്കൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ഈ കുഞ്ഞ് ആയിട്ട് വലുതാകട്ടെ, തിരിച്ചറിവിൻ്റെ പ്രായം വന്ന ശേഷം ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ, ആത്മഹത്യ എന്ന് പറഞ്ഞാൽ നരകത്തിലേ പോകും, അതിന് യാതൊരു സംശയവും ഇല്ല. രണ്ട് രീതിയിൽ ആത്മഹത്യ ഞാൻ പറയാം. നരകത്തിൽ പോകുന്ന ആത്മഹത്യ എന്ന് ഞാൻ പറയട്ടെ. ചിലരാണെങ്കിൽ സുബോധം നഷ്ടപ്പെടും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കരവൊന്നടിച്ച്. ചിലർക്ക് മാനസിക പിരിമുറുക്കം കൊണ്ട് ചിലതങ്ങ് ചെയ്യും. പക്ഷെ അതെൻ്റെ ദൈവത്തിനറിയാം അവരുടെ മനസ്സിൻ്റെ സമനിലയും. ദൈവത്തിനറിയാം അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന്. ആർക്കറിയാം? ദൈവമാണ് കണക്കിടുന്നത്. അവർ ഞാൻ വിചാരിക്കുന്ന ഒരു പക്ഷേ കർത്താവ് എന്ത് ചെയ്യുമായിരിക്കും, അത് കണക്കിട്ട്. പക്ഷെ ചാടിക്കയറി ആത്മഹത്യ ചെയ്യുന്ന ആൾ എവിടെ നേരെ പോവുള്ളൂ? പുഴുക്കൾ മെത്തയായിരിക്കുന്ന, കൃമികൾ പുതപ്പായിരിക്കുന്ന, റോഡിലിടുന്ന ടാർ ഉരുകുന്നത് പോലെ ഉരുകി ആളിക്കത്തുന്ന നരകത്തിനകത്താണ് മരിച്ച് കഴിഞ്ഞ് കണ്ണടച്ച് അടുത്ത് കണ്ണ് തുറക്കുന്നത് എവിടെയായിരിക്കും? അതിനകത്ത് വിഷമടിച്ച് തൂങ്ങി മരിച്ച് മറ്റെന്തിലൂടെയെങ്കിലും. ഇന്ന് ലോകം എങ്ങോട്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്വത്രം. വാർത്തകൾ എങ്ങോട്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരിടത്തും ഒരു സ്വസ്ഥതയില്ല. എനിക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന കൊച്ചുമക്കളോട് എനിക്ക് പറയണം, മക്കളെ, നിങ്ങളേത് പ്രശ്നത്തിനും യേശു നിങ്ങൾക്ക് പരിഹാരം തരും. നിങ്ങൾ ആത്മഹത്യക്ക് വേണ്ടിയോ, നിങ്ങൾക്ക് ഈ ലൈഫിൽ ദൈവം തരുന്ന സമയം പ്രേമത്തിൻ്റെ പുറകെ പോകരുത്. കൊച്ചുമക്കളെല്ലാം ശ്രദ്ധിക്കണം, പെൺമക്കളും ആൺമക്കളും. നമുക്കൊരു വേല ദൈവം വച്ചിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ്സിൽ പോകുമ്പോൾ നിങ്ങളുടെ കൂടെ യേശുവിനെ വേണം കാണാൻ. ഒരു പയ്യന്മാരെ പുറകെ ഇതിനകത്തിരിക്കുന്ന ഒരു പെമ്പിളരും പോലെ. നിങ്ങൾക്ക് ആദമിന് വിവാഹം ആകേണ്ട സമയമായപ്പോൾ ആദം കിടത്തി കർത്ത ഉറക്കം ഉണർന്നപ്പോൾ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ ദൈവം അവൻ്റെ അടുത്ത് നിർത്തി. അതാണ് തക്ക തുണ. അവിടെ ഒരുക്കിയ ദൈവം പെൺമക്കളോട് പറയാം, മക്കളെ, നിങ്ങൾക്കൊരു വിലയുണ്ട്. പ്രേമത്തിൻ്റെ പുറകെ പോയി വല്ല പയ്യന്മാരും കുരുക്കിൽപ്പെട്ട് നിങ്ങളുടെ ജീവിതം തകർക്കരുത്. ആമാർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, ചുക്കില്ല. സ്വതം. നമ്മൾ പല പത്രങ്ങളിലും കേൾക്കുന്നുണ്ട്. എന്നിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ചെന്ന് ആത്മഹത്യ നേരെ പോകുന്നത്, ഇവിടെ ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ്, നരകത്തിക്കകത്താണ് പോകുന്നത്. ആൺമക്കളോട് ഞാൻ പറയാം, നിങ്ങൾക്കൊരു വിലയുണ്ട്. ഈ ഭൂമിയിൽ നിങ്ങൾക്കൊരു വിലയുണ്ടാ. യേശുവിനെ മാത്രം മഹത്വപ്പെടുത്തുക. പ്രേമത്തിന് ചിന്ത വരാതിരിക്കാൻ പ്രാർത്ഥിച്ചേ. കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ അകത്ത് ഇറങ്ങട്ടെ. പ്രേമത്തിൻ്റെ ശക്തി പൊട്ടിയില്ലേ, അത് വേണ്ട. നമുക്ക് തക്കതായ തുണയാളികളെ ദൈവം കണ്ടിട്ടുണ്ട് മക്കളെ. അത് തക്ക സമയത്ത് ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങളേത് പ്രശ്നം, മക്കളെ ശ്രദ്ധിച്ചു കേട്ടെ, നിങ്ങളേത് പ്രശ്നം വന്നാലും, കടമാകട്ടെ, രോഗമാകട്ടെ, ദുഃഖമാകട്ടെ, പ്രതിസന്ധിയാകട്ടെ വന്നാലും, നിങ്ങൾ ചെയ്യാത്ത കാര്യം ചിലപ്പോൾ ചെയ്ത് പേരൊട്ടിക്കും. പേടിക്കല്ലേ മക്കൾ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. നിങ്ങൾ അതിൻ്റെ പുറകെ പോകരുത്. നിങ്ങൾ എല്ലാ വിഷയവും കർത്താവിനോട് പങ്കുവയ്ക്കണം. സ്വത്രം. ആരോട് പങ്കുവയ്ക്കണം? എല്ലാം. നിങ്ങൾ അപ്പനോട് പറയുന്നതിനേക്കാളും അമ്മയോട് പറയുന്നതിനേക്കാളും അധികമായി നിങ്ങൾ ആരോട് പറയണം? യേശുവിനോട് പറയണം. നിങ്ങളെ ക്ലാസ്സിൽ കാണുന്ന മറ്റു കുട്ടികൾ പ്രേമിക്കുന്ന ഒരു പെണ്ണായിട്ടോ പ്രേമിക്കുന്ന ഒരു പയ്യനായിട്ടോ അല്ല കാണേണ്ടത്. കോപിക്കുന്ന, കള്ളം പറയുന്ന, കപടം ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞായിട്ടല്ല നമ്മളെ കാണേണ്ടത്. നമ്മളിലൂടെ സ്നേഹിക്കുന്ന, കരുതുന്ന, ക്ഷമിക്കുന്ന, കരുണ കാണിക്കുന്ന, മനസ്സറിയുന്ന, ചേർത്ത് പിടിക്കുന്ന ഒരു പൈതലിനെ വേണം കാണാൻ. നിങ്ങൾക്കെല്ലാം നല്ലൊരു ഭാവിയുണ്ട്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട മക്കളാണ്. യേശുവിൻ്റെ വരവ് താമസമെങ്കിൽ ഇതിനകത്തിരിക്കുന്ന പ്രവാചകന്മാരും പ്രവാചികളും ഉപദേഷ്ടാക്കന്മാരും കൃപാവരപ്രാപ്തരും ക്രിസ്തുവിൻ്റെ വചനം ചുമക്കേണ്ടവരുമാണ്. നിങ്ങൾ ഇന്നേ ആ വിശുദ്ധി കാത്തു സൂക്ഷിച്ചോളണം. ഒരു കളങ്കവും വരാൻ നമ്മളെ ഏൽപ്പിക്കില്ല. ഒരുവൻ അല്പനായിരിക്കെ മഹാൻ ആകുന്നു എന്ന് ചിന്തിച്ചാൽ പോയി. പുറത്തൂടെയുള്ള എല്ലാം നമുക്ക് അനുസരിക്കാം, പക്ഷെ ക്രിസ്തുവിൻ്റെ സ്വഭാവം ഇല്ലെങ്കിൽ ഒന്നുമില്ല. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം, കേട്ട വചനത്തെ ഹൃദയത്തിൽ ധ്യാനിക്കാം. ഒരുവൻ അല്പനായിരിക്കെ മഹാനാകുന്നുവെന്ന്
നിരൂപിച്ചാൽ എല്ലാ കണ്ണുകളടയട്ടെ. ഇരു കരങ്ങളിലേക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കാം. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കാം. ഓ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആരൊക്കെ പറയും കർത്താവേ ഇതാ ഹല്ലേലൂയ കടന്നുവാ കടന്നുവാ യേശു നിന്നെ വിളിക്കുന്നു കടന്നുവാ കടന്നുവാ യേശു നിന്നെ വിളിക്കുന്നു ലോകബന്ധം കൈവെടിയും ദ്രോഹിച്ചു നിന്നെ പുറന്തള്ളും പാവനൻ തൻ സ്നേഹത്തോടെ അരികിലുണ്ട് കടന്നുവാ 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 യേശു നിന്നെ വിളിക്കുന്നു. എല്ലാവരും ദയവായി ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താമോ? എല്ലാവരും ദയവായി ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഇന്ന് നമ്മൾ കേട്ട വചനത്തെ ഒന്ന് ധ്യാനിച്ചേ. മക്കളെ, നിങ്ങൾ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കും. മക്കളെ അപ്പച്ചന് വേണ്ടി ജീവിപ്പിക്കും. സഹോദര തന്ന ആയുസ് യേശുവിനായിട്ട് കൊടുക്കാൻ. സഹോദരി തന്ന ആയുസ് യേശുവിനായിട്ട് കൊടുക്കാൻ. സ്നേഹിതരെ, നമുക്കൊരു കുടുംബജീവിതം ദൈവം തന്നില്ലേ? ഈ ഭൂമിയിൽ എത്ര ദിവസവും നമുക്ക് അറിഞ്ഞുകൂടാ. വേറെ ഒന്നും നമുക്ക് കെട്ടിപ്പടുത്ത് ആർക്കും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു സ്നേഹം, സ്നേഹം, ക്രിസ്തുവിലുള്ള സ്നേഹം. അല്പനായിരിക്കെ മഹാനാകുന്നു നമ്മൾ നിരൂപിക്കുകയാണോ? ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ എങ്ങനെ ഒളിച്ചോടും? ഇല്ല, കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. അപ്പാ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു കൂട്ടുന്നുണ്ട്. പക്ഷേ കർത്താവിൻ്റെ ആത്മാവിലല്ലാത്തത് കൊണ്ടും ബൈബിളില്ലാത്തത് കൊണ്ടും ദൈവം അത് പ്രസാദിക്കുന്നില്ല. പക്ഷേ ബൈബിളിൽ ചില ഹനമായത് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് പരിശുദ്ധ ആത്മാവിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ഏൽപ്പിച്ചു കൊടുത്തേ. അപ്പാ, ഞാനിത് എന്നെ വിട്ടുതരുന്നു പറഞ്ഞേ. അപ്പാ, എന്നെ വിട്ടുതരുന്നു. പ്രാർത്ഥി നിർത്താൻ പോകെ പറഞ്ഞേ. ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പറഞ്ഞേ. അപ്പച്ച, ഞാനിത് എന്നെ സമർപ്പിക്കുന്നു പറഞ്ഞേ. എല്ലാവരും പറഞ്ഞേ. അപ്പാ, എനിക്ക് അകത്തൊരു ജീവിതം പുറത്തൊരു ജീവിതം വേണ്ട. യേശുവിൻ്റെ അകം കാണുമ്പോൾ ഞാൻ വേഷം കെട്ടി മടുത്തു. അപ്പാ പറഞ്ഞേ. കർത്താവ്, ഞാൻ കോപിക്കുന്ന ആളാണ്, എനിക്ക് പകയുള്ള ആളാണ്, എനിക്ക് വിരോധം വെറുപ്പുള്ള ആളാണപ്പാ. ഞാൻ ഇതെല്ലാം അഭിനയമാണപ്പാ. വീട്ടിനകത്തും പുറത്തും അഭിനയം, സഭയ്ക്കകത്ത് അഭിനയം, എന്റെ ശുശ്രൂഷയിൽ അഭിനയപ്പാ. ഞാൻ പാടുമ്പോൾ അഭിനയപ്പാ. എനിക്ക് പാടാൻ അറിയാവുന്ന ഞാൻ വെളിപ്പെടുത്താൻ, എനിക്ക് പ്രസംഗിക്കാൻ അറിയാവുന്ന വെളിപ്പെടുത്താൻ, എനിക്ക് വചനം അറിയാവുന്ന വെളിപ്പെടുത്താൻ, എനിക്ക് എല്ലാ ലോക പരിചയമുണ്ടെന്ന് വെളിപ്പെടുത്താൻ ഞാൻ പലപ്പോഴും നിൽക്കുന്ന ആളാണ്. യേശുവേ, യേശുവെ, പുറം ലോകം കാണുന്ന ഒരാളല്ല ഞാൻ. യേശുവേ, എന്റെ മുഖം മൂടി ഒന്ന് കീറണേ. ന്യായം വരുവാൻ, കരുണ വരുവാൻ, ഇന്ദ്രിയ ജയം വരുവാൻ എന്നെ ഏൽപ്പിക്കുന്നേ. ആരൊക്കെ ഏൽപ്പിച്ചു കൊടുക്കും? അപ്പാ, സ്നാന സത്യമെന്ന് ഞാൻ അറിയുന്നു, സത്യത്തിന് ആത്മാവിൽ ആരാധിക്കുമെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് എൻ്റെ മക്കൾക്ക് വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ലെങ്കിലും എൻ്റെ യേശുവിനെ കൊടുക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടപ്പാ. അതിനെന്നെ തുടരണേ, എൻ്റെ കണ്ണുകളെ തുറപ്പിക്കണേ അപ്പാ. എൻ്റെ ജീവിതത്തിനകത്തൊരു മാറ്റം തരണേ. യേശുവെ, ഘനമായത് തെളിച്ചു കളയാതിരിക്കാൻ, വിലയുള്ളതിനെ വിലയെ കാണാൻ, ബൈബിളിൽ ഉള്ളതിനെ ബഹുമാനിക്കാൻ, മുട്ടുമടക്കാൻ, കീഴടങ്ങാൻ, തന്നെത്താൻ താഴ്ത്താൻ ഇതാ എന്നെ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ കരങ്ങൾ കൊടുക്കാം. പരിശുദ്ധനെ, സ്വർഗീയ രാജാവേ, ഞങ്ങളെ മുഴുവനും ഏൽപ്പിക്കുന്നു. പ്രസംഗിക്കുന്ന എന്നെ ഒന്നാമത് ഏൽപ്പിക്കുന്നു അപ്പാ. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എന്നേക്കാൾ ശ്രേഷ്ഠരായ എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ കൊച്ചുമക്കളെ, സഹോദരിമാരെ ഏൽപ്പിക്കുന്നു അപ്പാ. മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നു അപ്പാ. ഞങ്ങൾ ഒരു വ്യക്തികൾ നഷ്ടമായി പോകല്ലേ. അല്പനായിരിക്കുന്ന ഞങ്ങൾ മഹാനാകുന്നെന്ന് പറയാനല്ല, യേശുവേ, ജീവിതം ഇന്ന് ശരിയായിട്ടില്ലെന്ന് പറയാനുമല്ല, ഓരോ ദിവസം ആത്മാവിൽ വളർന്ന് ക്രിസ്തു എന്ന തലയോളം വളരാൻ
പാവത്തെ ജയിച്ചൊരു വിശുദ്ധ തലമുറയായി ഞങ്ങൾ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ആ രക്തം കൊണ്ട് മുദ്രയിടും. അല്പനായിരിക്കും മഹാനാകുന്നതല്ല, അല്പത്തരം വിട്ടുതിരിഞ്ഞ് ക്രിസ്തുവിന്റെ കൃപയിൽ മറഞ്ഞ് ഞങ്ങളുടെ യേശുവിനെ മാത്രം വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് സംസാരിക്കും. പ്രാർത്ഥന സ്തോത്രം. ശേഷിക്കുന്ന ഭാഗം ദൈവം നടത്തും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.